ഇന്നലത്തെ ഏറ്റവും പ്രമുഖമായ വാർത്തകളിൽ ഒന്ന് വയനാട് തന്നെയായിരുന്നു. എന്നാൽ അതുപോലെ വന്നൊരു രാഷ്ട്രീയ ബോംബായിരുന്നു, രാഷ്ട്രീയ ദുരന്തമായിരുന്നു, രാഷ്ട്രീയ ലാൻഡ്സ്ലൈഡ് ആയിരുന്നു, രാഷ്ട്രീയ പ്രളയമായിരുന്നു, രാഷ്ട്രീയ ഉരുൾപൊട്ടലായിരുന്നു BJP-യിൽ സംഭവിച്ചത്. 1.5 കോടി രൂപ ഡയറക്റ്റായിട്ട് ഒരു ജനറൽ സെക്രട്ടറി അടയ്ക്കണമെന്ന് പറയുന്നു. വനിതയാണ്, തിരുവനന്തപുരത്തുകാരിയാണ്. ഞാൻ അത്രേ പറയുന്നുള്ളൂ, പേരൊന്നും പറയുന്നില്ല. പിന്നെ 2 പുരുഷന്മാരുണ്ട്, അവരും തിരുവനന്തപുരത്തുകാരാണ്. ഇവർ 3 പേരും ചേർന്ന് ചാനലുകളിൽ വരുന്ന അനുസരിച്ചാണെങ്കിൽ 25 കോടി രൂപ വരെ മറിച്ചു എന്നാണ് കേൾക്കുന്നത്. BJP-യുടെ ഏറ്റവും വലിയൊരു പ്രശ്നം, ഞാൻ അങ്ങനെ പറയുന്നത് കൊണ്ട് BJP-ക്കാരൊന്നും കരുതരുത്, ഇത് കാണുന്ന BJP-ക്കാരും കരുതരുത്, ഇത് നേതാക്കൾ കണ്ടാലും ഒന്നും കരുതരുത്. ഏത് പാർട്ടിയിലെയോ പാർട്ടിയിലില്ലാത്തയോ അണ്ടനും അടകോടനും ചെമ്മാനും ചെരുപ്പ് കുത്തിയും ആരായാലും, കള്ളനും കൊള്ളക്കാരനും കാപ്പക്കാരനും കോപ്പുകാരനും ആരായാലും BJP-യിലോട്ട് വരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ 2 കൈ നീട്ടി ഷാൾ ഉപയോഗിച്ചെടുക്കും. അതാദ്യം മതിയാക്കണം. എടുക്കുന്ന ആൾക്കാരുടെ പരാന്ന ഭോജികളായ ദേശാടന കിളികളായ ഒരുപാട് പേർ BJP-യിലേക്ക് വരാൻ നോക്കും. എല്ലാവരെയും ഇനി കൊണ്ടുവരാം എന്ന് BJP ആദ്യം കരുതരുത്. 1. 2, രാഷ്ട്രീയ വിദ്യാഭ്യാസം ഇല്ല എന്നുള്ളത് വളരെ പ്രധാനമാണ്. സംഘടനാ വിദ്യാഭ്യാസവുമില്ല. അതിനിടയിലാണ് നിങ്ങളുടെ ഗ്രൂപ്പ്, പാർട്ടിക്കകത്തുള്ള ശക്തമായ ഗ്രൂപ്പ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇതുപോലെ തൃശ്ശൂരിൽ വെച്ച് കുഴൽപ്പണത്തിൻ്റെ ഒരു കേസ് വന്നു. ഒരു കാർ പിടിച്ചു, അതിനകത്ത് കുഴൽപ്പണമായിരുന്നു, അത് ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി വന്ന പണമാണെന്ന് പറഞ്ഞ് വലിയ വിവാദമായി. കെ സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ ആ തർക്കത്തിലേക്ക് പോയി. അദ്ദേഹത്തിൻ്റെ പേരുമൊക്കെ വന്നു. പിന്നെ അതങ്ങ് ഒഴിഞ്ഞു പോയി. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റിന് കൊടികൾ അടിച്ചു കൊടുത്തു. ആ കൊടികൾ സംസ്ഥാനത്ത് അടിച്ചു എന്ന് പറഞ്ഞ് 1.5 കോടി രൂപയുടെ ബില്ല് വച്ചിരിക്കുന്നു. അപ്പോൾ ആ ബില്ല് അടിച്ചു കൊടുത്ത കമ്പനിയെയും നമുക്ക് സമ്മതിക്കണം, കരിമ്പട്ടികൾ ഉൾപ്പെടുത്തണം. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? എത്ര മോശമാണ് ഈ വാർത്തകൾ. നാളെ സംസ്ഥാനം ഭരിക്കാൻ പോകുന്ന ആളുകളാണ്. ഒരു കോർപ്പറേഷന് 3 MLA സ്ഥാനേ കിട്ടിയിട്ടുള്ളൂ, ഇനി കിടക്കുന്നേ ഉള്ളൂ. വസന്തകാലം വരാനിരിക്കുന്നതേ ഉള്ളൂ അവരെ സംബന്ധിച്ച്. ബാല്യകാലമായിട്ടുള്ളൂ. ഇവിടെ എന്തൊക്കെയാണ് കേൾക്കുന്നത്? സംഘടനാപരമായ പ്രശ്നങ്ങൾ കേൾക്കുന്നു, ഗ്രൂപ്പിൻ്റെ പ്രശ്നങ്ങൾ കേൾക്കുന്നു, അഴിമതി കേൾക്കുന്നു. നിങ്ങൾ ഭരണത്തിൽ വരാതെ ഇതാണ് അഴിമതിയെങ്കിൽ ഭരണത്തിൽ വന്നാൽ എന്തായിരിക്കും? ഇവിടെ കാണുമോ? നാട് കാണുമോ? അപ്പോൾ ചോദിക്കും, രാജ്യം ഞങ്ങൾ ഭരിക്കുന്നില്ലേ, 18 സ്റ്റേറ്റ് ഭരിക്കുന്നില്ലേ? അത് ആമ്പിള്ളർ, അത് വേറെ ഭരിക്കുന്നുണ്ട്. 18 സ്റ്റേറ്റ് ഭരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്നുണ്ട്. അത് വേറെ ആമ്പിള്ളർ. കേരളത്തിലെ BJP-ക്കാരല്ല അത് ഭരിക്കുന്നത്. കേരളത്തിലെ BJP സംബന്ധിച്ചിടത്തോളം ഞാനീ പറഞ്ഞ പോലെ ഗ്രൂപ്പ് പോലും തമ്മിൽ തല്ലും, പണ അപകരണവും, എത്ര കേസാണ് വരുന്നത് നിങ്ങളുടെ പേരിൽ? ഒരു കൗൺസിലറുടെ പേരിൽ കാപ്പ കേസ് വന്നിരിക്കുന്നു. പുറത്താക്കണ്ടേ കൗൺസിലറെ? പുറത്തു നിർത്തണം. പിന്നെ അദ്ദേഹം തെളിയിച്ചിട്ട്, ശരിയെല്ലാം തെളിയിച്ചിട്ട് പിന്നെ വരട്ടെ. ഇപ്പോൾ കാപ്പ കേസിൽ 2ാമതും അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയിട്ടില്ല. അദ്ദേഹത്തിനെ പുറത്തു നിർത്തണം. ഞങ്ങളിതാ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുന്നു, സ്ഥാനമാനങ്ങളിൽ നിന്ന് കൗൺസിലർ സ്ഥാനം ഉൾപ്പെടെ രാജിവെക്കാൻ പറഞ്ഞ് മാറ്റി നിർത്തുന്നു. അദ്ദേഹം ശരിയാണെന്ന് പറഞ്ഞാൽ, കാലം തെളിയിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് പിന്നെ കൊടുക്കാം. ഈ ഒരു ശുദ്ധീകരണ പ്രക്രിയ നടക്കുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ ആര് BJP വരാമെന്ന് പറഞ്ഞാലും 2 കൈ നീട്ടി സ്വീകരിക്കും. സ്വീകരിച്ചാൽ ഈ പറഞ്ഞ കുഴപ്പങ്ങളൊക്കെ നടക്കും. വരുന്നവർക്ക് വലിയ പൊസിഷൻ കൊടുക്കും, ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിൽ പൊസിഷൻ കൊടുക്കും. എത്ര വർഷം സംഘടന നിന്നതെന്നുള്ളൊരു വിഷയമേ അല്ല. ഒരുപാട് വർഷങ്ങളായി സംഘടനാ പ്രവർത്തനം നടത്തിയ തഴക്കവും പഴക്കവുമുള്ള ആയിരക്കണക്കിന് പേരെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. പിന്നെ അതിനകത്തൊരു ചെറിയ അസുഖമുള്ള ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, ചിലർക്കുള്ള, എല്ലാവർക്കും ഇല്ല, ചിലർക്കുള്ളൊരു അസുഖം, സംഘപരിവാറിൽ പ്രവർത്തിച്ചിരിക്കണം. RSSലും സംഘപരിവാറിലും പ്രവർത്തിച്ചാലേ BJP-യിൽ എന്തായാലും സ്ഥാനം കൊടുക്കുള്ളൂ. അതിലില്ല, ഇവർ ഇതിലുമില്ല. ഒരു 2ാം തരം പൗരന്മാരാണ്. BJP-യിൽ 2 തരം പൗരന്മാരുണ്ട്. ഒന്ന്, സംഘപരിവാറിൽ വഴി വരുന്നവർ, RSS വഴി വരുന്നവർ, അതിലേക്ക് കടന്നു വരുന്നവർക്ക് ഒരു പ്രയോറിറ്റി, അല്ലാത്തവർക്കൊരു പ്രയോറിറ്റി. ഇതൊക്കെ ഉണ്ടെന്നാണ് BJP-യിൽ നമ്മളെ സുഹൃത്തുക്കൾ പറഞ്ഞു. ഞാൻ BJP-യിൽ മെമ്പർഷിപ്പ് ഉള്ള ആളല്ല, അല്ലെങ്കിൽ അങ്ങനെ ബന്ധങ്ങളുള്ള ആളല്ല. വ്യക്തികളെയൊക്കെ നമുക്ക് എല്ലാ പാർട്ടിയിലെ ആളുകളെ അറിയാം എന്നുള്ളത് കൊണ്ട് ഈ വ്യക്തികളെയൊക്കെ അറിയാമെന്നുള്ളതല്ലാതെ. പക്ഷേ വളരെ സങ്കടകരമാണ്. ഒരു പാർട്ടിയിൽ ഗുരുതരമായ പ്രതിസന്ധിയാണ് സംഭവിച്ചിരിക്കുന്നത്. സാമ്പത്തിക ക്രമക്കേടാണ്, സാമ്പത്തിക അക്രമമാണ്, ക്രിമിനലിസമാണ് നടന്നിരിക്കുന്നത്. ഇവരൊക്കെ നാളെ കോർപ്പറേഷൻ്റെയോ MLA ഒക്കെ ആയാൽ എങ്ങനെ ഇരിക്കും?
ഈ സംസ്ഥാനം കാണുമോ? ഈ രാജ്യം കാണുമോ? അപ്പോൾ രസകരമാണ്. ആവശ്യമായ ഇത് ഒന്ന്, ഞാൻ ഈ പറഞ്ഞ പോലെ സകല പേരെയും കയറ്റുന്ന പരിപാടി മതിയാക്കുക. 2, വരുന്നവർക്ക് സംഘടനാ വിദ്യാഭ്യാസം കൊടുക്കുക. 3, ഗ്രൂപ്പ് പ്രവർത്തനം ഗ്രൂപ്പ് പ്രവർത്തനം അവസാനിച്ചില്ലെങ്കിൽ ഇതുപോലത്തെ ടീമുകളെല്ലാം കയറി ഗ്രൂപ്പിൻ്റെ ഭാഗമായി വരും. ഓരോ രാഷ്ട്രീയ പാർട്ടിക്കകത്തും അനധികൃതമായി സ്ഥാനമാനങ്ങൾ നേടിയിട്ടുണ്ടെങ്കിൽ അതിന് വേറെ ഇൻറ്റൻഷൻ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഫസ്റ്റ് ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പാണ്. ഗ്രൂപ്പ് കളിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഗ്രൂപ്പിൻ്റെ ആൾ മറ്റേ ആൾ കഴിവുള്ള ആളായാലും അതൊന്നും വിഷയമല്ല. എൻ്റെ ഗ്രൂപ്പല്ല, അപ്പുറത്തെ ഗ്രൂപ്പാണ്. ഗ്രൂപ്പാണ് ഇവിടെ വേണ്ടത്. നമുക്ക് രാജ്യമല്ല വേണ്ടത്, ഗ്രൂപ്പാണ്. വളരെ രസകരമാണ്. നമുക്ക് കേട്ടാൽ നല്ല സൗന്ദര്യമുള്ളൊരു കാര്യമാണ്. വരട്ടെ. എന്തായാലും വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഇത് പോകുന്നത്. തീർച്ചയായിട്ടും BJPയിൽ ഇപ്പോൾ കേൾക്കുന്നത് കോടാനുകോടി രൂപയുടെ അന്വേഷണമാണ് നടക്കുന്നതിനകത്ത്. തട്ടിപ്പും വെട്ടിപ്പും തരികിടയും ഒക്കെയായി നിങ്ങളിങ്ങനെ പോയാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ജനങ്ങൾ വോട്ട് തരിക? നിങ്ങൾ ഈ പരിപാടികളൊക്കെ മതിയാക്കി ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഷാളിട്ട് കളിക്കുന്ന സമയം കളഞ്ഞിട്ട് നിങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷാളിട്ട് കളിക്കുന്ന കാണാം. ഒരു ചാനലിലൊക്കെ പരിപാടിക്ക് വരുമ്പോൾ കാണാം. ആ ഷാളിട്ട് അങ്ങോട്ട് ഷാളിടുന്നു, ഇങ്ങോട്ട് ഷാളിടുന്നു. ഈ പരിപാടികളൊക്കെ മതിയാക്കിയിട്ട് കേരളത്തിൻ്റെ പൊള്ളുന്ന കുറേ യാഥാർത്ഥ്യങ്ങളുണ്ട് കേരളത്തിന്. ഒന്ന്, കാലാവസ്ഥാ മാറ്റം വലിയൊരു യാഥാർത്ഥ്യമാണ് കേരളത്തിലെ. ദുരന്തങ്ങൾ വലിയ യാഥാർത്ഥ്യമാണ്. ഇവിടെ 10-35 ലക്ഷം ആളുകൾക്ക് ജോലിയില്ല, ചെറുപ്പക്കാർക്ക്. ഇവിടെ സീനിയർ സിറ്റിസൺസിന് പ്രശ്നമുണ്ട്. ഇവിടെ ഒരുപാട് പ്രതിസന്ധികളുണ്ട് ഈ സമൂഹത്തിൽ. ആ പ്രശ്നങ്ങൾ, തൊഴിലാളികളുടെ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെ കൊണ്ട് ഇടവയ്ക്കാൻ കഴിയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയും സംസ്ഥാന തലത്തിൽ നിങ്ങളുടെ പാർട്ടി എന്നുള്ള നിലയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുകയും MLA-മാരെന്നുള്ള നിലയിൽ MLA-മാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുകയും കോർപ്പറേഷനുകൾ ഉൾപ്പെടെയുള്ള കയ്യിലിരിക്കുന്ന ലോക്കൽ ബോഡി സ്ഥാപനങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്തു പോകുന്നതാണ് ബുദ്ധി. സംഘടനാ വിദ്യാഭ്യാസം വളരെ പ്രധാനമാണ്. അല്ലെങ്കിൽ ഇനിയും കോടികൾ വരും, കോടികൾ അടിച്ചുകൊണ്ടും പോകും. വീണ്ടും ഇപ്പം ചെയ്തവരെ പോലെയുള്ള ആളുകൾ ഉദയം ചെയ്യും. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി കാണും, ജനങ്ങൾ കാണില്ല എന്ന് വളരെ കൃത്യമായി പഠിച്ചോളൂ.